ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറച്ച് വർക്ക് ആൻഡ് പേഴ്സണൽ റീസൺസ് കാരണം ഒരു 2 വീക്സോളം നമുക്ക് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. ഇനി അങ്ങോട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യാം എന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ ഏറെ പേര് ഇഷ്ടപ്പെടുന്ന യു എന്ന സൈക്കോളജിക്കൽ ത്രില്ലർ സീരീസിന്റെ 5th ആൻഡ് ലാസ്റ്റ് സീസൺ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്തിട്ടുണ്ടല്ലോ. സോ 1 മുതൽ 5 വരെയുള്ള എല്ലാ സീസൺസും കൂടി ചേർത്ത് ഒരു ഫുൾ റീക്യാപ്പ് ആണ് നമ്മൾ ഇന്ന് ചെയ്തേക്കുന്നത്. 5th സീസൺ നിങ്ങൾ ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ എങ്കിൽ ആദ്യത്തെ 4 സീസൺസിന്റെ റീക്യാപ്പ് മാത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് 5th സീസൺ കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ബാക്കി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എത്രയും വേഗം വീഡിയോയിലേക്ക് പോകാം. സീസൺ 1 ഓഫ് യുവിൽ ജോ ഗോൾഡ്ബർഗിന്റെ കഥയാണ് പറയുന്നത്. ന്യൂയോർക്കിലെ ഒരു ബുക്ക് സ്റ്റോളിൽ മാനേജറായി വർക്ക് ചെയ്യുന്ന ആളാണ് ജോ. ഒരു റൈറ്റർ ആവാൻ ആഗ്രഹിക്കുന്ന ഗ്വിനിവർ ബക്ക് എന്ന യുവതിയെ ജോ കണ്ടുമുട്ടുന്നു. അവൻ അവളിൽ ഒബ്സെസ്ഡ് ആവുകയും അവളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ രഹസ്യമായി മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. അവൾ തന്നോട് പ്രണയത്തിലാകും എന്ന പ്രതീക്ഷയിലാണ് ജോ ഇതെല്ലാം ചെയ്യുന്നത്. ബെക്കുമായി ഒരു റിലേഷൻഷിപ്പിൽ ആകുന്നതിനെ കുറിച്ച് ജോ സ്വപ്നം കാണുന്നതിനാൽ താൻ ചെയ്യുന്ന എല്ലാ ഭീകരമായ കാര്യങ്ങളും ഇതിനാവശ്യമാണെന്ന് അവൻ സ്വയം കൺവിൻസ് ചെയ്യുന്നു. ബെക്കിന്റെ കാര്യങ്ങൾ രഹസ്യമായി പരിശോധിക്കാനും അവളെക്കുറിച്ച് കൂടുതൽ അറിയാനും ജോ അവളുടെ അപ്പാർട്ട്മെന്റിൽ അതിക്രമിച്ചു കയറുന്നു. അവൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് കാണാൻ അവൻ അവളെ ഫോളോ ചെയ്യുന്നു. ഒരു ദിവസം അമിതമായി മദ്യപിച്ച ശേഷം ബെക്ക് സബ്വേ ട്രാക്കിൽ വീഴുമ്പോൾ അവളെ കൃത്യസമയത്ത് രക്ഷിക്കാൻ ജോ അവിടെ തന്നെ ഉണ്ട്. പിന്നീട് അവൾക്ക് പുതിയതായി ഒരു ഫോൺ ലഭിക്കുമ്പോൾ അവളുടെ കോൺവെർസേഷൻസ് രഹസ്യമായി വായിക്കാൻ വേണ്ടി അവൻ അവളുടെ പഴയ ഫോൺ മോഷ്ടിക്കുന്നു. ബെക്കുമായി പ്രണയത്തിലാകുന്നതിന് ജോയ്ക്കുള്ള ആദ്യത്തെ വലിയ തടസ്സം അവളുടെ ബോയ്ഫ്രണ്ട് ബെഞ്ചിയാണ്. അവർ ഇടയ്ക്കിടെ റിലേഷൻഷിപ്പ് നിർത്തുന്നതും റീസ്റ്റാർട്ട് ചെയ്യുന്നതും പതിവാണ്. ബെഞ്ചി ഒരു മോശം വ്യക്തിയാണെന്ന് ജോ കരുതുന്നു. അതിനാൽ അവനെ അപകടപ്പെടുത്തുന്നതിൽ തെറ്റൊന്നും ഇല്ലെന്ന് ജോയ്ക്ക് തോന്നുന്നു. ജോ ബെഞ്ചിയെ ആക്രമിച്ച് തന്റെ ബുക്ക് സ്റ്റോറിലെ ബേസ്മെന്റിലെ വോൾട്ടിൽ പൂട്ടിയിടുന്നു. പിന്നീട് ഇതൊരു നല്ല പരിഹാരമല്ലെന്നും ഇതിൽ നിന്നും ഊരിപ്പോരാൻ പാടാകുമെന്നും ജോ മനസ്സിലാക്കുമ്പോൾ അവൻ ബെഞ്ചിയെ കൊല്ലുന്നു. തുടർന്ന് ജോ ബെഞ്ചിയുടെ ശരീരം കത്തിക്കുകയും ബെഞ്ചി നാട് വിട്ടു പോയതായി വരുത്തി തീർക്കുകയും ചെയ്യുന്നു. ബെഞ്ചിയുടെ മർഡറിന് ശേഷം ജോയും ബെക്കും തമ്മിൽ റിലേഷൻഷിപ്പ് തുടങ്ങുന്നു. എന്നാൽ താമസിയാതെ മറ്റൊരു പ്രശ്നം ഉയർന്നു വരുന്നു. ബെക്കിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ പീച്ച് ജോയെ വിശ്വസിക്കുന്നില്ല. പീച്ചും ബെക്കിനോട് ഒബ്സെസ്ഡും അവളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതുമായ ആളാണ്. അസൂയ തോന്നുന്ന ജോ പീച്ചിന്റെ തലയിൽ ഒരു പാറ കൊണ്ട് അടിക്കുകയും അവൾ മരിച്ചെന്ന് കരുതി അവളെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ പീച്ച് അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ടതിനാൽ ജോയുടെ പ്ലാൻ പരാജയപ്പെടുന്നു. ജോയാണ് തന്നെ ആക്രമിച്ചതെന്നും പീച്ചിന് ഉറപ്പില്ല. പക്ഷെ അവൾക്ക് ഇപ്പോഴും സംശയം തോന്നുന്നുണ്ട്. തന്റെ ഫാമിലി എസ്റ്റേറ്റിലേക്ക് ഒരു ചെറിയ ട്രിപ്പിനായി അവൾ ബെക്കിനെ ക്ഷണിക്കുന്നു. പാരീസിൽ തന്നോടൊപ്പം താമസിക്കാൻ ബെക്കിനെ കൊണ്ടുപോകാൻ പീച്ച് പ്ലാൻ ചെയ്യുന്നു. പക്ഷെ ബെക്ക് ഇത് നിരസിക്കുന്നു. കാരണം പീച്ച് തന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുവെന്ന് ജോ പറഞ്ഞത് ശരിയാണെന്ന് അവൾക്ക് തോന്നുന്നു. ശേഷം ബെക്ക് എസ്റ്റേറ്റിൽ നിന്ന് പോകുന്നു. അതിനുശേഷം ജോ പീച്ചിനെ കൊല്ലുകയും പീച്ച് ദുഃഖം കാരണം സൂയിസൈഡ് ചെയ്തതായി വരുത്തി തീർക്കുകയും ചെയ്യുന്നു. പീച്ച് പോയതോടെ ജോയ്ക്കും ബെക്കിനും ഒടുവിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നു. എന്നാൽ ഈ സന്തോഷം കുറച്ചു മാസങ്ങൾ മാത്രമേ നീണ്ടു നിൽക്കുന്നുള്ളൂ. ബെക്ക് അല്പം സീക്രട്ടീവായും ഡിസ്റ്റന്റായും പെരുമാറാൻ തുടങ്ങുന്നു. ഇത് ജോയെ കൂടുതൽ ജലസും കൺട്രോളിംഗും ആക്കുന്നു. ബെക്ക് അവളുടെ തെറപ്പിസ്റ്റായ ഡോക്ടർ നിക്കിയുമായി ചേർന്ന് തന്നെ വഞ്ചിക്കുകയാണെന്ന് ജോ ചിന്തിക്കാൻ തുടങ്ങുന്നു. ഒരു ഫേക്ക് നെയിം ഉപയോഗിച്ച് ജോ തെറപ്പിക്ക് വേണ്ടി ഡോക്ടർ നിക്കിയെ കൺസൾട്ട് ചെയ്യാൻ പോലും തുടങ്ങുന്നു. പിന്നീട് തെറപ്പിസ്റ്റുമായുള്ള അവളുടെ ബന്ധത്തെക്കുറിച്ച് ജോ ബെക്കിനോട് ചോദിക്കുന്നു. ജോ തന്നെ വിശ്വസിക്കാത്തതിൽ ബെക്കിന് വിഷമം തോന്നുന്നു. അതിനാൽ അവൾ അവനുമായി ബ്രേക്കപ്പ് ആവുന്നു. 3 മാസങ്ങൾക്ക് ശേഷം ജോ മൂവ് ഓൺ ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നു. പക്ഷെ അവൻ ഇപ്പോഴും ബെക്കിനെ സ്റ്റോക്ക് ചെയ്യുകയാണ്. അതേസമയം തന്റെ നെയ്ബറായ ക്ലോഡിയയുടെ മകൻ പാക്കോയെ അവൻ പരിപാലിക്കുന്നു. ക്ലോഡിയയ്ക്ക് ഡ്രഗ് പ്രോബ്ലംസ് ഉണ്ട്. ആൻഡ് അവളുടെ ബോയ്ഫ്രണ്ട് റോൺ വളരെ അബ്യൂസീവ് ആണ്. റോൺ ഒരു പരോൾ ഓഫീസർ ആണ്. അയാൾ പലപ്പോഴും ക്ലോഡിയ, പാക്കോ, ജോ എന്നിവരുമായി വഴക്കിടാറുണ്ട്. ക്ലോഡിയയുടെ സുഹൃത്തായ കാരനുമായി ജോ ഡേറ്റിംഗ് തുടങ്ങുന്നു. ജോയും കാരനും ചേർന്ന് ക്ലോഡിയയെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് നിർത്താൻ സഹായിക്കുന്നു. കാരനാണ് തനിക്ക് സ്യൂട്ടബിൾ ആയ പാർട്ട്ണർ എന്ന് ജോ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ബെക്കിനെ മറക്കാൻ അവൻ ഇപ്പോഴും കഴിയുന്നില്ല. ബെക്കിനും ജോയെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ജോ കാരനുമായി ബ്രേക്കപ്പ് ആയി ബെക്കുമായി വീണ്ടും ഒന്നിക്കുന്നു. അവരുടെ റിലേഷൻഷിപ്പ് മുമ്പത്തെക്കാൾ സ്ട്രോങ് ആയി തോന്നുന്നു. എന്നാൽ ഇതിൽ ഹേർട്ടായ കാരൻ ജോയ്ക്ക് അവന്റെ എക്സ് ഗേൾഫ്രണ്ട്സിനെ എപ്പോഴും മിസ് ചെയ്യുമെന്ന് ബെക്കിനോട് പറയുന്നു. ഇത് കേട്ട ശേഷം ജോയുടെ പാസ്റ്റും കാൻഡിസ് എന്ന മിസ്റ്റീരിയസ് ഗേളുമായുള്ള അവന്റെ പഴയ റിലേഷൻഷിപ്പും ബെക്ക് പരിശോധിക്കാൻ തുടങ്ങുന്നു. കാൻഡിസ് ജോയുടെ എക്സ് ഗേൾഫ്രണ്ട് ആണെന്ന് ബെക്ക് കണ്ടെത്തുന്നു. അവർ ബ്രേക്കപ്പ് ആയതിനു ശേഷം കാൻഡിസ് അപ്രത്യക്ഷയായി. വർഷങ്ങളായി അവളുടെ ഫ്രണ്ട്സുമായോ ഫാമിലിയുമായോ അവൾ സംസാരിച്ചിട്ടില്ല. അവൾക്ക് എന്തോ അപകടം സംഭവിച്ചിരിക്കാമെന്ന് ബെക്ക് ചിന്തിക്കാൻ തുടങ്ങുന്നു.
ജോ കാൻഡിസിനെ കൊന്നിരിക്കാമെന്ന് പോലും അവൾ ഭയപ്പെടുന്നു. ബെക്ക് വറീഡ് ആകുന്നതിൽ ന്യായമുണ്ട്. പണ്ട് കാൻഡിസ് എലൈജ എന്ന ആളുമായി ചേർന്ന് തന്നെ ചീറ്റ് ചെയ്യുകയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ജോ എലൈജയെ കൊന്നിരുന്നു. ജോ വർക്ക് ചെയ്യുന്ന ബുക്ക് സ്റ്റോറിന്റെ ഓണറും അവന്റെ അച്ഛനെ പോലെയുമായിരുന്ന മിസ്റ്റർ മൂണി എലൈജയുടെ മരണം മറച്ചുവെക്കാൻ ജോയെ സഹായിച്ചിരുന്നു. കാരണം കുട്ടിയായിരുന്നപ്പോൾ ജോയോട് മിസ്റ്റർ മൂണിയും മോശമായി പെരുമാറിയിരുന്നതിന്റെ പശ്ചാത്താപം അയാൾക്ക് ഉണ്ടായിരുന്നു. കാൻഡിസ് ഡിസപ്പിയർ ആയതിന് ബെക്കിന് നല്ലൊരു എക്സ്പ്ലനേഷൻ നൽകാൻ ജോയ്ക്ക് കഴിയുന്നു. എന്നാൽ താമസിയാതെ ജോയുടെ അപ്പാർട്ട്മെന്റിൽ നിന്നും ബെക്ക് ഒരു ഹിഡൻ ബോക്സ് കണ്ടെത്തുന്നു. ആ ബോക്സിനുള്ളിൽ ജോയുടെ മുൻകാല കുറ്റകൃത്യങ്ങളുടെ തെളിവുകളുണ്ട്. അതായത് ബെക്കിന്റെ പഴയ ഫോൺ, പീച്ചിന്റെ ഫോൺ, ബെഞ്ചിയുടെ ഫോൺ, എന്തിന് ബെഞ്ചിയുടെ പല്ലുകൾ പോലും. ഇപ്പോൾ അവന്റെ വയലന്റ് സീക്രറ്റ്സ് പുറത്തു വന്നതോടെ ജോ പാനിക് ആവുന്നു. അവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെ ഫിക്സ് ചെയ്യാമെന്ന് കണ്ടെത്താനുള്ള സമയം ലഭിക്കുന്നതിനായി അയാൾ തൽക്കാലം ബെക്കിനെ ബുക്ക് വാൾട്ടിൽ പൂട്ടിയിടുന്നു. ബെക്ക് ജോയോട് തന്നെ കൊല്ലരുതെന്നും വിട്ടയക്കണമെന്നും അപേക്ഷിക്കുന്നു. ജോയുടെ എല്ലാ ക്രൈംസിനും ഡോക്ടർ നിക്കിയെ ബ്ലെയിം ചെയ്യാമെന്ന് പോലും അവൾ ജോയോട് പറയുന്നു. അതേസമയം ജോയുടെ അപ്പാർട്ട്മെന്റ് ബിൽഡിംഗിൽ റോൺ ക്ലോഡിയെ ക്രൂരമായി മർദ്ദിക്കുകയും അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന അവസ്ഥയിൽ എത്തിക്കുകയും ചെയ്യുന്നു. പാക്കോയെ സംരക്ഷിക്കാൻ ജോ റോണിനെ കൊല്ലുകയും സംഭവിച്ച കാര്യങ്ങൾ എങ്ങനെ മറക്കണമെന്ന് പാക്കോയോട് പറയുകയും ചെയ്യുന്നു. ജോ ഇതിന്റെയൊക്കെ തിരക്കിലായിരിക്കുമ്പോൾ ബെക്ക് തന്റെ കഥ എഴുതാൻ ബുക്ക് വോൾട്ടിലെ ഒരു ടൈപ്പ് റൈറ്റർ ഉപയോഗിക്കുന്നു. ജോ ചെയ്ത കുറ്റകൃത്യങ്ങളെല്ലാം അവൾ അതിൽ എഴുതുന്നു. പക്ഷേ ഡോക്ടർ നിക്കിയാണ് അതിനെല്ലാം റെസ്പോൺസിബിൾ എന്ന തരത്തിലാണ് അവൾ എഴുതുന്നത്. ജോ തിരിച്ചെത്തുമ്പോൾ ബെക്ക് അവനെ പറ്റിക്കാൻ ശ്രമിക്കുകയും അവൾ അവനെ സ്നേഹിക്കുന്നുണ്ടെന്നും അവൻ എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നും തെറ്റിദ്ധരിപ്പിക്കുന്നു. ശേഷം അവൾ ജോയെ വോൾട്ടിനകത്തേക്ക് എത്തിച്ച് അവനെ അകത്താക്കി ലോക്ക് ചെയ്യുന്നു. എന്നാൽ ബെക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ജോ ബേസ്മെന്റ് ഡോറും ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. ജോയെ വിശ്വസിക്കുന്ന പാക്കോ അവളെ സഹായിക്കാൻ വിസമ്മതിക്കുന്നു. അവസാനം ജോ വോൾട്ടിൽ നിന്ന് പുറത്തിറങ്ങി ബെക്കിനെ കൊല്ലുന്നു. 4 മാസത്തിന് ശേഷം ബെക്ക് എഴുതിയ പുസ്തകം ഒരു വലിയ സക്സസ് ആയി തീരുന്നു. ഇത് ഡോക്ടർ നിക്കി അറസ്റ്റിലാകുന്നതിലേക്ക് നയിക്കുന്നു. കൂടാതെ ജോയെ നിരപരാധിയായി കാണിക്കുകയും തന്റെ എല്ലാ കുറ്റകൃത്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന അവസ്ഥയും ഉണ്ടാകുന്നു. എന്നാൽ സർപ്രൈസിംഗ്ലി അവന്റെ എക്സ് ഗേൾഫ്രണ്ട് കാൻഡിസ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ആൻഡ് അവരുടെ പാസ്റ്റിനെ കുറിച്ച് ജോയെ കൺഫ്രണ്ട് ചെയ്യാൻ തയ്യാറായി അവൾ പ്രത്യക്ഷപ്പെടുന്നു. യു സീസൺ 2-ൽ ജോയുടെയും എക്സ് ഗേൾഫ്രണ്ട് കാൻഡിസിന്റെയും പാസ്റ്റിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുന്നു. കാൻഡിസ് തന്നെ ചീറ്റ് ചെയ്യുകയാണെന്ന് ജോ കണ്ടെത്തിയതിനെ തുടർന്ന് അവർ തമ്മിൽ വഴക്കുണ്ടായി. ജോ കാൻഡിസിന്റെ തലയ്ക്കടിക്കുകയും അവൾ മരിച്ചു പോയതായി കരുതുകയും ചെയ്യുന്നു. അവളുടെ ബോഡി കുഴിച്ചിട്ട ശേഷം അവൻ അവിടെ നിന്നും ഓടിപ്പോയി. പക്ഷെ കാൻഡിസ് സത്യത്തിൽ മരിച്ചിരുന്നില്ല. ജീവനോടെ കുഴിച്ചിടപ്പെട്ട ശേഷം അവൾ ഉണർന്ന് പുറത്തു വന്നു. ജോയെ അറസ്റ്റ് ചെയ്യാനായി കാൻഡിസ് പോലീസിനെ സമീപിച്ചു. പക്ഷെ അവർ അവളെ സഹായിച്ചില്ല. ഇപ്പോൾ കാൻഡിസ് സ്വയം നീതി നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ജോയുടെ ജീവിതം നശിപ്പിക്കാനും അവനെ ഒരിക്കലും മറ്റൊരു സ്ത്രീയെ വേദനിപ്പിക്കില്ലെന്ന് ഉറപ്പാക്കാനും അവൾ പദ്ധതിയിടുന്നു. കാൻഡിസ് തിരിച്ചെത്തുമ്പോൾ ജോ ന്യൂയോർക്ക് സിറ്റിയിൽ നിന്നും ഒളിച്ചോടി ലോസ് ആഞ്ചലസിൽ ഒളിക്കുന്നു. അവിടെ ആളുകൾക്ക് ഫേക്ക് ഐഡീസ് ഉണ്ടാക്കി നൽകുന്ന വിൽ ബെറ്റൽഹേം എന്ന വ്യക്തിയെ അവൻ തടവിലാക്കുന്നു. ജോ വില്ലിന്റെ ഐഡന്റിറ്റി സ്വീകരിച്ച് അയാളുടെ പേരിൽ ജീവിക്കാൻ തുടങ്ങുന്നു. അവനൊരു പുതിയ അപ്പാർട്ട്മെന്റ് കണ്ടെത്തുകയും ഒപ്പം അനാബ്രൻ എന്നൊരു ട്രെൻഡി ഗ്രോസറി സ്റ്റോറിലെ ബുക്ക് സെക്ഷനിൽ ജോലി നേടുകയും ചെയ്യുന്നു. ജോ ഇപ്പോൾ ഒരു നല്ല വ്യക്തിയാകാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ കുറച്ചു സമയത്തിന് ശേഷം യഥാർത്ഥ വില്ലിനെ അവൻ പോകാൻ അനുവദിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് പുറത്ത് ആരോടും പറയില്ലെന്ന് വിൽ പ്രോമിസ് ചെയ്യുന്നു. ജോ താമസിയാതെ ലവ് ക്വീൻ എന്നൊരു പുതിയ സ്ത്രീയിൽ ആകൃഷ്ടനാകുന്നു. അവൾ അടുത്തിടെയാണ് വിധവയായത്. കൂടാതെ അനാബ്രൻ സ്റ്റോർ ഉൾപ്പെടെ ഓൺ ചെയ്യുന്ന ഒരു സമ്പന്ന കുടുംബത്തിലെ അംഗവുമാണ്. ബെക്കിൽ നിന്ന് വ്യത്യസ്തമായി ലവ് അവളുടെ ഫീലിംഗ്സിനെ കുറിച്ച് വളരെ ഓപ്പൺ ആണ്. ആൻഡ് അവളും തുടക്കം മുതൽ ജോയ്ക്കൊപ്പം ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഇപ്പോൾ ജോയ്ക്ക് ഇതിൽ അത്ര ഉറപ്പില്ല. ബെക്കിനെ പോലെ ലവുമായുള്ള ബന്ധവും മോശമായി അവസാനിച്ചേക്കും എന്നവൻ ഭയപ്പെടുന്നു. എന്നിരുന്നാലും ജോയ്ക്ക് തന്റെ ഫീലിംഗ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഒടുവിൽ അവൻ ലവുമായി റിലേഷൻഷിപ്പിലാവുന്നു. ജോയും ലവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൂടുതൽ ദുഷ്കരമാകുന്നത് ലവിന് അവളുടെ ട്വിൻ ബ്രദറായ ഫോർട്ടിയുമായുള്ള അടുത്ത ബന്ധം കാരണമാണ്. ഫോർട്ടി അഡിക്ഷനിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുകയാണ്. ഒരു സമ്പന്ന ബിസിനസ് കുടുംബത്തിലെ അംഗമാണെങ്കിലും ഒരു ഫേമസ് റൈറ്ററും ഫിലിം ഡയറക്ടറും ആകാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അവൻ അതിന് വേണ്ടത്ര ഹാർഡ് വർക്കും ചെയ്യുന്നില്ല. അതിന് മാത്രം ടാലന്റഡും അല്ല. താമസിയാതെ ഗ്വിനിവർ ബെക്ക് എഴുതിയ ബുക്കിനെ ബേസ് ചെയ്തുള്ള ഒരു സിനിമ എന്ന അവന്റെ പുതിയ ഐഡിയയിൽ ഫോർട്ടിയെ സഹായിക്കാൻ ജോ നിർബന്ധിതനാകുന്നു. കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിക്കൊണ്ട് ഫോർട്ടി എയ്മി എന്നൊരു സ്ത്രീയുമായി ഡേറ്റിംഗ് ആരംഭിക്കുന്നു. എന്നാൽ എയ്മി യഥാർത്ഥത്തിൽ ജോയുടെ എക്സ് ഗേൾഫ്രണ്ട് കാൻഡിസ് ആണ്. കാൻഡിസ് ലവുമായി ചങ്ങാത്തത്തിലാവുകയും ജോ അപകടകാരിയാണെന്ന് അവൾക്ക് മുന്നറിയിപ്പ് നൽകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ കാൻഡിസ് ഭ്രാന്തിയും ജലസുമായ ഒരു എക്സ് ലവർ ആണെന്ന് ജോ ലവിനോട് പറയുന്നു. കാൻഡിസിന് പകരം ജോയിനെയാണ് ലവ് വിശ്വസിക്കുന്നത്. അതേസമയം ജോ തന്റെ പുതിയ നെയ്ബറും ടീനേജറുമായ എല്ലിയുമായി സൗഹൃദത്തിലാകുന്നു. ഹെൻഡർസൺ എന്നൊരു ഫേമസ് കൊമേഡിയനൊപ്പം എലിക്ക് ഇന്റേൺഷിപ്പ് ലഭിക്കുന്നു. എന്നാൽ എല്ലിയുടെ മൂത്ത സഹോദരി ഡിലൈല
തന്റെ ചെറുപ്പത്തിൽ തന്നെ ഉൾപ്പെടെ നിരവധി മൈനർ പെൺകുട്ടികളെ ഹെൻഡർസൺ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് ജോയോട് വെളിപ്പെടുത്തുന്നു. എല്ലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ ജോ തീരുമാനിക്കുകയും ഹെൻഡർസണിനെ അയാളുടെ ആക്ടിവിറ്റീസിന്റെ പേരിൽ നേരിടുകയും ചെയ്യുന്നു. അവരുടെ തർക്കത്തിനിടയിൽ ജോ അബദ്ധത്തിൽ ഹെൻഡർസണിനെ സ്റ്റെയർസിൽ നിന്ന് തള്ളിയിടുന്നു. ഹെൻഡർസൺ മരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ജോയ്ക്ക് മറ്റൊരു മരണം കൂടി കവറപ്പ് ചെയ്യേണ്ടി വരുന്നു. ഹെൻഡർസന്റെ മരണം ഒരു അപകടമാണെന്ന് പോലീസ് വിലയിരുത്തുന്നു. എന്നാൽ ഡിലൈലയുടെ ഫ്രണ്ടും പോലീസ് ഓഫീസറുമായ ഫിഞ്ചർ കൂടുതൽ സൂക്ഷ്മമായി അന്വേഷിക്കുകയും ജോയെ സംശയിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇത് കാരണം ഡിലൈല തെളിവുകൾക്കായി ജോയുടെ അപ്പാർട്ട്മെന്റ് സെർച്ച് ചെയ്യുന്നു. ജോ ഇത് കണ്ടെത്തുമ്പോൾ അവൻ ഡിലൈലയെ തന്റെ ഗ്ലാസ് ബുക്ക് വോൾട്ടിൽ ലോക്ക് ചെയ്യുന്നു. എല്ലിയെ അനാഥയാക്കാൻ താല്പര്യമില്ലാത്തതിനാൽ ജോ ഡിലൈലയെ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല. ഡിലൈലയെ ജീവനോടെ വിട്ട് ലവിനെ ഉപേക്ഷിച്ച് മറ്റൊരു രാജ്യത്തേക്ക് ഓടിപ്പോകാൻ അവൻ പദ്ധതിയിടുന്നു. എന്നാൽ പിറ്റേന്ന് രാവിലെ ജോ ബുക്ക് വോൾട്ടിലേക്ക് പോകുമ്പോൾ ഡിലൈല മരിച്ചതായി അവൻ കണ്ടെത്തുന്നു. കാൻഡിസ് അവിടെ എത്തി ജോയെ വോൾട്ടിനുള്ളിൽ ലോക്ക് ചെയ്യുന്നു. ജോ ഒരു കില്ലർ ആണെന്ന് കാണിക്കാനായി അവൾ ലവിനെ വിളിച്ചു വരുത്തുന്നു. പക്ഷെ അവളുടെ പ്ലാൻസ് പാളിപ്പോകുന്നു. പകരം ലവ് കാൻഡിസിനെ കൊല്ലുന്നു. തുടർന്ന് ഡിലൈലയെ കൊന്നത് താനാണെന്നും ലവ് ജോയോട് പറയുന്നു. അവന്റെ രഹസ്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാനും അവൻ അവളെ വിട്ടു പോകുന്നത് തടയാനുമാണ് അവൾ അത് ചെയ്തത്. താനും 14 കുട്ടികളായിരിക്കുമ്പോൾ അവളുടെ നാനിയെ താൻ കൊന്നിട്ടുണ്ടെന്നും ലവ് ജോയോട് റിവീൽ ചെയ്യുന്നു. താൻ തുടക്കം മുതൽ ജോയെ രഹസ്യമായി കൺട്രോൾ ചെയ്യുകയായിരുന്നു എന്നും അവനെ തന്നോട് പ്രണയത്തിലാക്കാൻ ശ്രമിച്ചിരുന്നു എന്നും അവൾ പറയുന്നു. അതായത് ഒരിക്കൽ ബെക്കിനോട് ജോ ചെയ്തതുപോലെ. ജോ ഇതൊക്കെ കേട്ട് ഞെട്ടിപ്പോവുകയും ലവിനെ കൊല്ലാൻ ആലോചിക്കുകയും ചെയ്യുന്നു. എന്നാൽ താൻ പ്രഗ്നന്റ് ആണെന്ന് ലവ് അവനോട് പറയുന്നു. ഇത് കാരണം ജോ ലവിനൊപ്പം തന്നെ തുടരാനും അവളെ വീണ്ടും സ്നേഹിക്കാൻ ശ്രമിക്കാനും തീരുമാനിക്കുന്നു. ജോ ചെയ്ത കാര്യങ്ങൾക്ക് ലവിന് അവനോട് ക്ഷമിക്കാൻ കഴിയും. പക്ഷെ അവളുടെ ട്വിൻ ബ്രദർ ഫോർട്ടിക്ക് അതിന് കഴിയില്ല. ഫോർട്ടി ജോയ്ക്ക് നേരെ തോക്ക് ചൂണ്ടി അവനെ തടയാൻ ശ്രമിക്കുന്നു. തുടർന്ന് ഓഫീസർ ഫിഞ്ചർ എത്തി ഫോർട്ടിയെ വെടിവെച്ച് കൊല്ലുന്നു. അതിനുശേഷം ഹെൻഡർസന്റെയും കാൻഡിസിന്റെയും മരണത്തിനുള്ള ബ്ലെയിം ഫോർട്ടിയുടെ മേൽ വരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് മറച്ചുവെക്കാൻ റിച്ച് ആൻഡ് പവർഫുൾ ആയ ക്വീൻ ഫാമിലിയും സഹായിക്കുന്നു. ജോ എല്ലിക്ക് ധാരാളം പണം നൽകുന്നു. ഒപ്പം അവളൊരു പുതിയ ജീവിതം ആരംഭിക്കുന്നത് വരെ അവളെ കൂടുതൽ സഹായിച്ചുകൊണ്ടിരിക്കും എന്ന് വാഗ്ദാനവും ചെയ്യുന്നു. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച ശേഷം ജോ ലവിനൊപ്പം സ്വതന്ത്രമായി ജീവിക്കാൻ തയ്യാറായി കഴിഞ്ഞു. കുഞ്ഞിനെ സമാധാനമായി വളർത്താൻ അവർ സബർബ്സിലെ ഒരു നല്ല വീട്ടിലേക്ക് താമസം മാറുന്നു. പക്ഷെ ഇപ്പോഴും ലവ് ഒരു കില്ലർ ആണെന്നത് ജോയ്ക്ക് മറക്കാൻ കഴിയുന്നില്ല. താമസിയാതെ അവന് പുതിയ ഒരാളോട് ഇൻട്രസ്റ്റ് തോന്നാൻ തുടങ്ങുന്നു, തന്റെ പുതിയ നെയ്ബറിനോട്. സീസൺ 3-ൽ ജോയും ലവും മാഡ്രിലിൻഡ എന്ന സബർബിൽ ഒരു ക്വൈറ്റ് ആൻഡ് ഹാപ്പി ലൈഫ് നയിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ തെറ്റാൻ തുടങ്ങുന്നു. ജോ അവരുടെ പുതിയ നെയ്ബറായ നാറ്റ്ലി എംഗ്ലറിനോട് ഒബ്സസ്ഡ് ആവാൻ തുടങ്ങുകയും ലവിനെയും അവരുടെ കുഞ്ഞായ ഹെൻറിയെയും ശ്രദ്ധിക്കുന്നത് നിർത്തുകയും ചെയ്യുന്നു. ജോയുടെ പുതിയ ഒബ്സഷനെ കുറിച്ച് ലവ് അറിയുമ്പോൾ അവൾ നാറ്റ്ലിയെ കൊല്ലുന്നു. നാറ്റ്ലിയുടെ ബോഡി മറവ് ചെയ്ത് രക്ഷപ്പെടാൻ ജോ ലവിനെ സഹായിക്കുന്നു. അവർ ഒരുമിച്ച് ഈ ക്രൈം മറച്ചുവെക്കാനും അവരുടെ ഈ പുതിയ സൊസൈറ്റിയുമായി പൊരുത്തപ്പെടാനും ശ്രമിക്കുന്നു. ജോയ്ക്ക് മാരിയൻ എന്ന ലോക്കൽ ലൈബ്രറിയിൽ റെയർ ആയ പുസ്തകങ്ങൾ നന്നാക്കാൻ സഹായിക്കുന്ന ജോലി നൽകുന്നു. ജോ പെട്ടെന്ന് തന്നെ അവളിൽ ഒബ്സസ്ഡ് ആകുന്നു. മാരിയന്റെ എക്സ് ഹസ്ബൻഡ് റയൻ അവരുടെ മകളുടെ കസ്റ്റഡി നേടാനായി ചതിയിലൂടെ ശ്രമിക്കുകയാണെന്ന് ജോ മനസ്സിലാക്കുമ്പോൾ മാരിയനെ സഹായിക്കാൻ ഒരു വഴി കണ്ടെത്താനായി ജോ റയനെ പിന്തുടരുന്നു. എന്നാൽ ജോ തന്നെ ഫോളോ ചെയ്യുന്നത് റയൻ പിടികൂടുമ്പോൾ ജോ അവനെ കൊല്ലുന്നു. അതേസമയം ലവ് സ്വന്തമായി ഒരു ബേക്കറി തുടങ്ങുകയും ബേസ്മെന്റിൽ ഒരു പുതിയ ഗ്ലാസ് വോൾട്ട് നിർമ്മിക്കുകയും ചെയ്യുന്നു. ഗിൽ എന്ന അവിടെയുള്ള ഒരു നാട്ടുകാരനിൽ നിന്നും കുഞ്ഞായ ഹെൻറിക്ക് മീസിൽ അസുഖം പടർന്നു എന്ന് അവൾ കണ്ടെത്തുമ്പോൾ ലവ് നാറ്റ്ലിയുടെ മർഡറിന് ഗില്ലിനെ ഫ്രെയിം ചെയ്യുന്നു. ഷെറി കോൺറാഡ് എന്നൊരു ലോക്കൽ മോം ഇൻഫ്ലുവൻസറുമായി ലവ് ചങ്ങാത്തത്തിലാകുന്നു. ഷെറിയും ഭർത്താവ് കാരിയും ചേർന്ന് ലവ് ജോ എന്നിവരുമായി ഒരു സ്വിംഗർ റിലേഷൻ ആരംഭിക്കാമെന്ന് സജസ്റ്റ് ചെയ്യുന്നു. തന്റെ വിവാഹബന്ധം അവസാനിപ്പിക്കാൻ ഒരു വഴി കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ജോ ഷെറിയുടെയും കാരിയുടെയും ഐഡിയയോട് യോജിക്കുന്നു. ജോയും ലവും കോൺട്രാക്ട്സുമായുള്ള പുതിയ സെക്ച്വൽ അഡ്വഞ്ചേഴ്സ് ആരംഭിക്കുന്നതിനിടെ നാറ്റ്ലിയുടെ മർഡറിൽ തങ്ങൾക്ക് പങ്കുണ്ടെന്ന് അവർ അബദ്ധവശാൽ റിവീൽ ചെയ്യുന്നു. തുടർന്ന് ജോയ്ക്കും ലവിനും കോൺട്രാക്ട്സിനെ ബോധം കെടുത്തി ഗ്ലാസ് വോൾട്ടിൽ ലോക്ക് ചെയ്യേണ്ടി വരുന്നു. വിചിത്രം എന്ന് പറയട്ടെ, കോൺട്രാക്ട്സിന് ഇത് വളരെ എക്സൈറ്റിംഗ് ആയാണ് തോന്നുന്നത്. ജോ തന്നിൽ നിന്ന് അകന്നു മാറുകയും അവന്റെ പുതിയ ഒബ്സഷനിൽ ഫോക്കസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ലവും ഒരു പുതിയ റിലേഷൻ ആരംഭിക്കുന്നു. അവൾ തിയോ എന്നൊരു യങ് കോളേജ് സ്റ്റുഡന്റിനെ കണ്ടുമുട്ടുന്നു. അവർ പെട്ടെന്ന് തന്നെ പ്രണയത്തിൽ എന്ന പോലെ ആകുന്നു. കൊല്ലപ്പെട്ട നാറ്റ്ലിയെ വിവാഹം കഴിച്ച മാത്യു എംഗ്ലറിന്റെ സ്റ്റെപ്സൺ ആണ് തിയോ എന്ന് ലവ് വൈകാതെ കണ്ടെത്തുന്നു. ഗില്ലാണ് യഥാർത്ഥ കില്ലർ എന്ന് മാത്യു വിശ്വസിക്കുന്നില്ലെന്നും മാഡ്രിലിൻഡയിലെ ജനങ്ങളെ അയാൾ സ്പൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്നും തിയോ ലവിനോട് പറയുന്നു. പ്രത്യേകിച്ച് ലീഡ്സ് ഒന്നും കിട്ടാതെ മാത്യു ഒടുവിൽ തന്റെ അന്വേഷണം ഉപേക്ഷിക്കുന്നു. എന്നാൽ ജോ നാറ്റ്ലിയുടെ കാർ ഓടിക്കുന്നത് കാണിക്കുന്ന വീഡിയോ ഫുട്ടേജ് തിയോ കണ്ടെത്തുന്നു. ജോയെ കുറിച്ച് ലവിന് മുന്നറിയിപ്പ് നൽകാൻ അവൻ ബേക്കറിയിലേക്ക് ഓടുന്നു. എന്നാൽ ബേക്കറിയുടെ ബേസ്മെന്റിൽ കോൺട്രാക്ട്സിനെ ലോക്ക് ചെയ്തിരിക്കുന്നത് തിയോ കാണുന്നു. ലവ് തിയോയെ തടയാനായി അവനെ അടിച്ചു വീഴ്ത്തുന്നു. പക്ഷെ പിന്നീട് ജോ തിയോയെ രക്ഷിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു.
മാരിയനോടുള്ള അവന്റെ ഒബ്സഷനെ കുറിച്ച് ലവ് ഒടുവിൽ ജോയോട് ചോദിക്കുന്നു. താൻ ഡിവോഴ്സ് ആഗ്രഹിക്കുന്നുവെന്ന് ജോ ലവിനോട് പറയുന്നു. ഹൃദയം തകർന്ന ലവ് ആക്കനൈറ്റ് എന്നൊരു ഡ്രഗ് നൽകി ജോയെ തളർത്തുന്നു. തുടർന്ന് അവൾ മാരിയനെ വീട്ടിലേക്ക് വിളിച്ച് ജോ അപകടകാരിയാണെന്നും റയനെ കൊന്നുവെന്നും പറയുന്നു. മാരിയൻ ഭയന്ന് ഓടിപ്പോയ ശേഷം തന്നെ ചതിച്ചതിന് ലവ് ജോയെ കൊല്ലാൻ ശ്രമിക്കുന്നു. പക്ഷേ ലവിന് മേൽ സംശയമുണ്ടായിരുന്ന ജോ ഇതിനകം തന്നെ ഡ്രഗിനെതിരെയുള്ള ആന്റിഡോട്ട് ഉപയോഗിച്ചിരുന്നു. അവൻ ലവിനെ കൊല്ലുകയും മാൻഡ്രി ലിൻഡയിലെ എല്ലാ കൊലപാതകങ്ങൾക്കും അവളെ ഫ്രെയിം ചെയ്യുകയും ശേഷം അവരുടെ വീട് കത്തിക്കുകയും ചെയ്യുന്നു. സീസൺ അവസാനിക്കുമ്പോൾ ഷെറിയും കാരിയും വോൾട്ടിൽ നിന്ന് രക്ഷപ്പെടുകയും അവരുടെ ദാമ്പത്യം കൂടുതൽ സ്ട്രോങ് ആവുകയും ചെയ്യുന്നു. മാത്യുവും തിയോയും അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് അച്ഛൻ മകൻ ബന്ധം നന്നാക്കി എടുക്കുന്നു. ജോ തന്റെ മകൻ ഹെൻറിയെ കൊളീഗായ ഡോൺറ്റയുടെ അടുത്ത് ഉപേക്ഷിച്ച് മാരിയനെ കണ്ടെത്താൻ പാരീസിലേക്ക് പോകുന്നു. യുവിന്റെ 4th സീസണിൽ മാഡ്രി ലിൻഡയിലെ എല്ലാ മർഡേഴ്സിനും കാരണക്കാരിയായി ലവിനെ ഫ്രെയിം ചെയ്തതിനു ശേഷം ജോ സ്വന്തം മരണം ഫേക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഫ്രീ ആയ അവൻ അവന്റെ ഒബ്സഷനായ മാരിയനെ ട്രാക്ക് ചെയ്ത് ഒടുവിൽ ലണ്ടനിൽ എത്തുന്നു. മാരിയനെയും മകൾ ജൂലിയറ്റിനെയും അവൻ കണ്ടെത്തുമ്പോൾ മാരിയൻ ഭയപ്പെടുകയും അവനുമായി ഒരു കോണ്ടാക്റ്റും ഇല്ലാതിരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. താൻ ആകെ മാറിയെന്നും ഇപ്പോൾ ഒരു മെച്ചപ്പെട്ട മനുഷ്യനാണെന്ന് തെളിയിക്കാൻ മാരിയനെ ശല്യപ്പെടുത്താതിരിക്കാൻ ജോ തീരുമാനിക്കുന്നു. താമസിയാതെ എലിയറ്റ് എന്നൊരു ഹിറ്റ്മാൻ ജോയെ കണ്ടെത്തുന്നു. ജോയെ കണ്ടുപിടിച്ച് കൊല്ലാൻ ലവിന്റെ അച്ഛൻ നിയമിച്ച ആളാണ് എലിയറ്റ്. എന്നാൽ ജോയെ കൊല്ലുന്നതിന് പകരം എലിയറ്റിന് അവനൊരു സഹതാപം തോന്നുന്നു. ജോ ഇപ്പോൾ ഒരു ബെറ്റർ പേഴ്സൺ ആവാൻ ആഗ്രഹിക്കുന്നു എന്ന് എലിയറ്റ് മനസ്സിലാക്കുന്നു. സോ അയാൾ ജോയുമായി ഒരു ഡീൽ ഉറപ്പിക്കുന്നു. ലവിന്റെ അക്കൗണ്ടിൽ നിന്ന് മോഷ്ടിച്ച പണം ജോ അയാൾക്ക് നൽകിയാൽ അയാൾ അവനൊരു പുതിയ പാസ്പോർട്ടും പുതിയ ഐഡന്റിറ്റിയും നൽകും. ഒപ്പം ജോ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാവുന്ന ഒരേ ഒരു വ്യക്തിയായ മാരിയനെ കൊല്ലുകയും വേണം. പക്ഷെ മാരിയനെ കൊല്ലാൻ ജോയ്ക്ക് കഴിയില്ല. പകരം അവൾ മരിച്ചു എന്ന് എലിയറ്റിനെ വിശ്വസിപ്പിക്കാൻ അവൻ അവളുടെ മാല മോഷ്ടിച്ച് അയാളെ കാണിക്കുന്നു. ഇപ്പോൾ യൂറോപ്പിൽ ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ ജോ ഫ്രീ ആയി കഴിഞ്ഞു. അവനിപ്പോൾ അവിടെ ജോനത്തൻ മോർ എന്ന ഇംഗ്ലീഷ് പ്രൊഫസറായി ജീവിക്കുന്നു. ലണ്ടനിൽ പുതിയ ജീവിതം ആരംഭിക്കുമ്പോൾ കേറ്റ് ഗാൽവിൻ എന്ന സ്ത്രീയോട് ജോയ്ക്ക് ഇഷ്ടം തോന്നുന്നു. ശല്യക്കാരനും ജോയുടെ സഹ പ്രൊഫസറുമായ മാൽക്കോം ഹാർഡിങ്ങിന്റെ ഡേറ്റിംഗ് പാർട്ട്ണർ കൂടെയാണ് കേറ്റ്. സൺട്രി ഹൗസിൽ ധനികനും പവർഫുള്ളുമായ ആളുകളും ഒത്തുള്ള ഒരു പാർട്ടിയിൽ ക്ഷണിക്കപ്പെടുന്ന ജോ അവിടെ വെച്ച് റീസ് മോൺട്രോസ് എന്ന എഴുത്തുകാരനെയും കേറ്റിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ ലേഡി ഫീബിയെയും ഫീബിയുടെ റിച്ച് അമേരിക്കൻ ബോയ്ഫ്രണ്ട് ആദം പ്രാറ്റിനെയും പരിചയപ്പെടുന്നു. സൺട്രി ഹൗസിന്റെ ഓണറും രഹസ്യമായി തന്റെ ശരീരത്തിൽ യൂറിനേറ്റ് ചെയ്യാൻ ആളുകൾക്ക് പണം നൽകുന്ന വ്യക്തിയുമാണ് ആദം പ്രാറ്റ്. പിറ്റേന്ന് രാവിലെ ഹാങ് ഓവറും കൺഫ്യൂഷനും അനുഭവപ്പെട്ടാണ് ജോ ഉണരുന്നത്. മാൽക്കോം കൊല്ലപ്പെട്ടു എന്നും അയാളുടെ ഒരു വിരൽ മിസ്സിംഗ് ആണെന്നും അവൻ മനസ്സിലാക്കുന്നു. മാൽക്കോമിനെ കൊന്നത് താൻ ആയിരിക്കാം എന്ന് വിശ്വസിച്ച് ജോ പെട്ടെന്ന് ബോഡി നീക്കം ചെയ്യുന്നു. എന്നാൽ തെളിവുകൾ മറച്ചുവെക്കാൻ സഹായിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് യഥാർത്ഥ കില്ലറിൽ നിന്നും ഒരു മെസ്സേജ് ലഭിക്കുമ്പോൾ ജോ ഞെട്ടിപ്പോകുന്നു. മാൽക്കോമിനെ കൊന്നത് ആരാണെന്ന് കണ്ടെത്താൻ ജോ അയാളുടെ ജീവിതത്തിലൂടെ ഒരു അന്വേഷണം തുടങ്ങുന്നു. ഇതിനിടയിൽ മാൽക്കോമുമായി ബന്ധമുള്ള മറ്റൊരു ആർട്ടിസ്റ്റായ സൈമൺ സൂവും കൊല്ലപ്പെടുന്നു. അയാളുടെ ചെവി മുറിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പബ്ലിക് കില്ലറിനെ ഈറ്റ് ദ റിച്ച് കില്ലർ എന്ന് വിളിക്കാൻ തുടങ്ങുന്നു. പിന്നീട് ജോ വീട്ടിലെത്തുമ്പോൾ കില്ലർ തന്റെ അപ്പാർട്ട്മെന്റിൽ അതിക്രമിച്ച് കയറിയിട്ടുണ്ടെന്നും തന്നെ ഇട്ട് കളിപ്പിക്കുകയാണെന്നും തന്റെ യഥാർത്ഥ ഐഡന്റിറ്റി അറിയാമെന്ന് കാണിക്കുകയുമാണെന്നും അവൻ കണ്ടെത്തുന്നു. ജോയും കേറ്റും കൂടുതൽ അടുക്കുകയും ഒരു റിലേഷൻഷിപ്പ് ആരംഭിക്കുകയും ചെയ്യുന്നു. ആദമിന്റെ ബോഡിഗാർഡായ വിക് ജോയെ സംശയിച്ച് അവനെ ഫോളോ ചെയ്യുന്നു. ജോ കുറ്റക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ ആരോ അവന്റെ മേൽ പ്ലാൻ ചെയ്ത മാൽക്കോമിന്റെ മോതിരം വിക് കണ്ടെത്തുന്നു. അതോടെ വിക്കിനെ കൊല്ലുകയല്ലാതെ ജോയ്ക്ക് മറ്റു മാർഗം ഇല്ലാതാവുന്നു. പിന്നീട് സീക്രട്ട് കില്ലർ ജോയോട് കേറ്റിനെ കൊല്ലാൻ പറയുന്നു. പക്ഷെ ജോ വിസമ്മതിക്കുന്നു. തന്റെ ഫാമിലി എസ്റ്റേറ്റിൽ ഒരു വീക്കെൻഡ് ചിലവഴിക്കാൻ ഫീബി ജോയെയും കേറ്റിനെയും ക്ഷണിക്കുന്നു. ഫീബിയുടെ ഫ്രണ്ട്സും ഫാമിലിയും അവരുടെ ജോലിക്കാരെ ട്രീറ്റ് ചെയ്യുന്ന രീതി കണ്ട് ജോയ്ക്ക് വെറുപ്പ് തോന്നുന്നു. ആദം തന്നെ ശരിക്കും സ്നേഹിക്കുന്നില്ലെന്ന് ഭയമുണ്ടെന്ന് ഫീബി ജോയോട് പറയുന്നു. അതേസമയം ആദം ഫീബിയെ വിവാഹം കഴിച്ച് അതുവഴി അവളുടെ കുടുംബത്തിന്റെ പണം ഉപയോഗിച്ച് തന്റെ കടങ്ങൾ വീട്ടാൻ പ്ലാൻ ചെയ്യുന്നു. ട്രിപ്പിനിടെ ഫീബിയുടെ ഫ്രണ്ട്സായ ജെമയും റോൾഡും ജോയാണ് ഈറ്റ് ദ റിച്ച് കില്ലർ എന്ന് ആരോപിക്കുന്നു. താൻ ഇന്നസെന്റ് ആണെന്ന് തെളിയിക്കാൻ ജോ ശ്രമിക്കുന്നതിനിടയിൽ ജെമയുടെ ഡെഡ് ബോഡി അയാൾ കണ്ടെത്തുന്നു. കേറ്റ് കത്തിയുമായി അവളുടെ അടുത്തിരിക്കുന്നു. ജെമയെ കൊന്നത് താൻ അല്ലെന്ന് കേറ്റ് പറയുന്നു. ജോ അത് വിശ്വസിക്കുന്നു. ഡെഡ് ബോഡി നീക്കം ചെയ്യാൻ കേറ്റിനെ അവൻ സഹായിക്കുന്നു. യഥാർത്ഥ കില്ലർ തങ്ങൾ ഇരുവരെയും ഫ്രെയിം ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് അവൻ കരുതുന്നു. തുടർന്ന് ജെമയുടെ ബോഡി മറവ് ചെയ്യുന്ന ജോയെ റോൾഡ് കാണുകയും ഒരു ഷോട്ട് ഗണ്ണുമായി അവനെ കാട്ടിലേക്ക് ഓടിക്കുകയും ചെയ്യുന്നു. ജോ റോൾഡിനെ അടിച്ചു വീഴ്ത്തുന്നു. പക്ഷെ യഥാർത്ഥ കില്ലറായ റീസ് ജോയെ പിടികൂടുന്നു. ദരിദ്രനായി വളർന്ന റീസ് തന്നോട് മോശമായി പെരുമാറിയിരുന്ന ധനികരോട് ഇപ്പോൾ പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ജോയെയും റോൾഡിനെയും ഒരു ഡഞ്ചനിൽ അടച്ചിട്ട് എല്ലാ കൊലപാതകങ്ങളും റോൾഡ് ചെയ്തതായി വരുത്തി തീർക്കാൻ അവനെ കൊല്ലണമെന്ന് റീസ് ജോയോട് പറയുന്നു. എന്നാൽ റോൾഡിനെ കൊല്ലാൻ ജോ വിസമ്മതിക്കുന്നു. അതിനാൽ റീസ് ഡഞ്ചനിന് തീയിടുകയും ഇരുവരെയും മരിക്കാനായി അവിടെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ജോ റോൾഡിനെയും കൊണ്ട് കഷ്ടിച്ച് രക്ഷപ്പെടുന്നു.
പക്ഷെ റീസ് ആണ് യഥാർത്ഥ കില്ലർ എന്ന് ജോ ആരോടും പറയുന്നില്ല. അയാളെ സ്വയം തടയാൻ അവൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ലണ്ടനിലെ മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്ന് റീസ് പ്രഖ്യാപിക്കുമ്പോൾ ഇത് കൂടുതൽ ബുദ്ധിമുട്ടായി തീരുന്നു. എല്ലാ മർഡറിനും ബ്ലെയിം ചെയ്യാൻ പറ്റിയ ഒരാളെ കണ്ടെത്താൻ റീസ് ജോയെ നിർബന്ധിക്കുന്നു. ഇതിന് ശ്രമിക്കുന്നതിനിടെ ജോയുടെ സ്റ്റുഡൻസിൽ ഒരാളായ നാദിയയ്ക്ക് അവനിൽ സംശയം തോന്നുന്നു. അവൾ അവനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഡോൺ എന്ന സ്ത്രീയെ ജോ കുറ്റകൃത്യങ്ങൾക്ക് ഫ്രെയിം ചെയ്യുന്നു. തുടർന്ന് റീസ് ജോയ്ക്ക് ഒരു അവസാന ടാസ്ക് നൽകുന്നു. മേയർ കോൺടെസ്റ്റിൽ റീസിന്റെ ഒപ്പോണന്റിനെ ഫണ്ട് ചെയ്യുന്ന കേറ്റിന്റെ പിതാവ് ടോം ലോക്ക്വുഡിനെ കൊല്ലണം. അതിനുശേഷം ജോയെ എന്നേക്കുമായി വെറുതെ വിടാമെന്ന് റീസ് വാഗ്ദാനം ചെയ്യുന്നു. ലോക്ക്വുഡ് തന്റെ മകളുമായി ഒത്തുചേരാൻ ലണ്ടനിലേക്ക് വരികയും തന്റെ കമ്പനി ഏറ്റെടുക്കാൻ അവളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ അയാൾ ഒരു അഴിമതിക്കാരനായതിനാൽ അയാളെ വെറുക്കുന്ന കേറ്റ് അതിന് തയ്യാറാകുന്നില്ല. ലോക്ക്വുഡിനെ കൊല്ലാൻ ജോ വിസമ്മതിക്കുമ്പോൾ റീസ് മാരിയനെ തട്ടിക്കൊണ്ടുപോയി അവളെ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തുന്നു. ജോ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുന്നതിനിടയിൽ അവന്റെ യഥാർത്ഥ ഐഡന്റിറ്റിയും മുൻകാല കൊലപാതകങ്ങളും തനിക്ക് അറിയാമെന്ന് ലോക്ക്വുഡ് രഹസ്യമായി ജോയോട് പറയുന്നു. തുടർന്ന് ലോക്ക്വുഡ് തന്റെ പൊളിറ്റിക്കൽ എനിമിയായ റീസിനെ കൊല്ലാൻ ജോയോട് ആവശ്യപ്പെടുന്നു. ലോക്ക്വുഡിന്റെ സഹായത്തോടെ ജോ റീസിനെ പിടികൂടുകയും മാരിയൻ എവിടെയാണെന്ന് കണ്ടെത്താൻ അവനെ ടോർച്ചർ ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ റീസ് താൻ നിരപരാധിയാണെന്നും ജോയെ അറിയുക പോലും ഇല്ലെന്നും പറയുന്നു. കോപാകുലനായ ജോ റീസിനെ കൊല്ലുന്നു. പിന്നീട് താൻ സംസാരിച്ചിരുന്ന റീസ് റിയൽ അല്ലെന്ന് ജോ മനസ്സിലാക്കുന്നു. ജോയുടേതിന് സമാനമായ ജീവിതം നയിച്ച യഥാർത്ഥ റീസിനെ കുറിച്ച് വായിച്ച ശേഷം ഇങ്ങനെ ഒരാളെ അവൻ ഇമാജിൻ ചെയ്തതാണ്. സത്യത്തിൽ മാരിയനെ തട്ടിക്കൊണ്ടുപോയത് താനാണെന്ന് ജോ ഓർക്കുന്നു. അതിനുശേഷം അവനൊരു മെന്റൽ ബ്രേക്ക് ഡൗൺ അനുഭവപ്പെടുകയും റീസിനെ സങ്കല്പിക്കാൻ തുടങ്ങുകയും ചെയ്തു. എല്ലാ കൊലപാതകങ്ങളും ചെയ്യാൻ ജോയെ പ്രേരിപ്പിച്ച് അവന്റെ തന്നെ ഡാർക്ക് സൈഡിന്റെ ഭാഗമായിരുന്നു ഈ വ്യാജ റീസ്. അതേസമയം ജോ ഒരു കുഴപ്പക്കാരനാണെന്ന് നാദിയ കണ്ടെത്തുന്നു. ഒരു പുതിയ ഗ്ലാസ് വോൾട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന മാരിയനെ അവൾ കണ്ടെത്തുകയും അവളെ രക്ഷിക്കാൻ ഒരു വഴി കണ്ടെത്താമെന്ന് പ്രോമിസ് ചെയ്യുകയും ചെയ്യുന്നു. ജോ താൻ ചെയ്ത എല്ലാ മോശമായ കാര്യങ്ങളും മറച്ചുവെച്ച് കേറ്റുമായി ഡേറ്റിംഗ് തുടരുന്നു. ജോയും കേറ്റും ചേർന്ന് ആദമിനെ വിവാഹം കഴിക്കരുതെന്ന് ഫീബിക്ക് മുന്നറിയിപ്പ് നൽകാൻ ശ്രമിക്കുന്നു. കാരണം അയാൾക്ക് അവളുടെ പണം മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷെ ഫീബി ഇത് കേൾക്കുന്നില്ല. അതിനാൽ ലോക്ക്വുഡ് ആദമിനെ കൊല്ലാൻ ഹിറ്റ്മാനെ ഹയർ ചെയ്യുന്നു. കാരണം ഈ വിവാഹം മുടക്കിയാൽ കേറ്റ് അയാളെ ബഹുമാനിക്കുകയും ഫാമിലി ബിസിനസ് ഏറ്റെടുക്കാൻ സമ്മതിക്കുകയും ചെയ്യുമെന്ന് അയാൾ കരുതുന്നു. പക്ഷെ കേറ്റ് ഇപ്പോഴും അച്ഛനോട് ദേഷ്യത്തിലാണ്. സോ ഇപ്പോഴും അവൾ അതിന് തയ്യാറാകുന്നില്ല. സീസൺ അവസാനത്തോടടുക്കുമ്പോൾ താൻ കൊന്ന സ്ത്രീകളെ കുറിച്ചുള്ള ഓർമ്മകൾ ജോയെ വേട്ടയാടുന്നു. അവൻ മാരിയനെ മോചിപ്പിക്കാനും തന്റെ ഈ വയലന്റായ പ്രവർത്തികൾ അവസാനിപ്പിക്കാനായി ആത്മഹത്യ ചെയ്യാനും തീരുമാനിക്കുന്നു. എന്നാൽ മാരിയനെ കണ്ടെത്തുമ്പോൾ അവൻ അവൾക്ക് വേണ്ടി വെച്ചിരുന്ന മെഡിസിൻ കാരണം അവൾ ഓവർഡോസ്ഡ് ആയിരിക്കുകയാണ്. ഒരു സാധാരണ ഡ്രഗ് ഓവർഡോസ് കേസ് പോലെ തോന്നിപ്പിക്കാൻ ജോ അവളുടെ ബോഡി ഒരു പാർക്കിൽ ഉപേക്ഷിക്കുന്നു. പക്ഷെ സത്യത്തിൽ മാരിയൻ ജീവനോട് തന്നെ ഉണ്ട്. അവളെ രക്ഷപ്പെടാൻ സഹായിക്കുന്നതിനായി അവളും നാദിയയും ചേർന്ന് തയ്യാറാക്കിയ ഒരു സീക്രട്ട് പ്ലാൻ ആയിരുന്നു ഇത്. വർഷങ്ങളോളം അച്ഛൻ രഹസ്യമായി പണം നൽകിയിട്ടും താൻ അച്ഛനെ വെറുക്കുന്നു എന്ന് കേറ്റ് ജോയോട് പറയുന്നു. ജോ ലോക്ക്വുഡിനെ കൊല്ലുകയും സ്വന്തം ഡാർക്ക് ടെംപ്ടേഷൻസിൽ നിന്നും എന്നേക്കുമായി മുക്തി നേടാൻ മരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷെ അവൻ സർവൈവ് ചെയ്യുന്നു. ഇപ്പോൾ തന്റെ പിതാവിന്റെ ബിസിനസ് തന്റെ ഉടമസ്ഥതയിലാണെന്ന് കേറ്റ് അവനോട് പറയുന്നു. ലോക്ക്വുഡിന്റെ ലാസ്റ്റ് ഓർഡേഴ്സ് പാലിച്ചുകൊണ്ട് റീസിന്റെ മരണത്തിൽ ജോയുടെ പങ്ക് താൻ കവറപ്പ് ചെയ്തതായും അവൾ പറയുന്നു. സർവൈവ് ചെയ്ത് വന്നതിന് ശേഷം ജോ തന്റെ ഡാർക്ക് സൈഡിന് പൂർണ്ണമായും വഴങ്ങാൻ തീരുമാനിക്കുന്നു. നാദിയയുടെ കാമുകൻ എഡ്വേർഡിനെ അവൻ കൊല്ലുകയും അത് നാദിയ ചെയ്തതായി വരുത്തി തീർക്കുകയും ചെയ്യുന്നു. അവസാനം മാരിയൻ തന്റെ മകൾ ജൂലിയറ്റിനൊപ്പം പാരീസിലേക്ക് മടങ്ങുന്നു. ജോയും കേറ്റും ന്യൂയോർക്ക് സിറ്റിയിലേക്ക് താമസം മാറുന്നു. അവിടെ കേറ്റ് തന്റെ പണവും പവറും ഉപയോഗിച്ച് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ജോയുടെ പേര് ക്ലിയർ ചെയ്യുകയും അവൻ ലവ് ക്വീൻ എന്ന സൈക്കോയുടെ വിക്ടിമാണെന്ന് ആളുകളെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. യുവിന്റെ 5ാം സീസണിൽ മുമ്പത്തെ സീസണിലെ സംഭവങ്ങൾ കഴിഞ്ഞ് 3 വർഷം കടന്നുപോയിരിക്കുന്നു. ജോ ഗോൾഡ്ബർഗ് ഇപ്പോൾ പബ്ലിക്കിന് പ്രിയങ്കരനും കേറ്റുമായി ചേർന്നുള്ള ഒരു പവർ കപ്പിളിന്റെ പാർട്ടുമാണ്. കൂടാതെ മകൻ ഹെൻറിയുമായി അവൻ വീണ്ടും ഒന്നിക്കുകയും ചെയ്തിരിക്കുന്നു. കേറ്റ് തന്റെ ഫാമിലി ബിസിനസ് തന്റെ അച്ഛനേക്കാൾ നന്നായി നടത്താൻ ശ്രമിക്കുന്നതിനൊപ്പം ജോയുടെ ഡാർക്ക് ടെംപ്ടേഷൻസിനെ സപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ബിസിനസ്സിൽ കേറ്റിന് തന്റെ ഹാഫ് സിസ്റ്റർ റേഗനുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കമ്പനി ലീഡർഷിപ്പ് തനിക്കാണ് കൈമാറേണ്ടിയിരുന്നത് എന്നാണ് റേഗൻ വിശ്വസിക്കുന്നത്. അതേസമയം റേഗന്റെ ട്വിൻ സിസ്റ്റർ മാഡി ജോയുമായി ഫ്ലേർട്ട് ചെയ്യുന്ന ഒരു കെയർ ഫ്രീ സോഷ്യലൈറ്റ് ആണ്. കൂടാതെ ലോക്ക്വുഡിന്റെ ഹാഫ് ബ്രദർ ടെഡി ഫാമിലിയിലെ ഔട്ട്കാസ്റ്റ് ആയി കാണപ്പെടുന്ന ആളാണ്. അതിനാൽ തന്നെ സ്വീകരിക്കാൻ മനസ്സ് കാണിക്കുന്ന കേറ്റിനെയും ജോയെയും തിരിച്ചും സപ്പോർട്ട് ചെയ്യാൻ അയാൾ തീരുമാനിക്കുന്നു. കേറ്റിനെ പുറത്താക്കാൻ വേണ്ടി അവളുടെ അങ്കിൾ ബോബ് കമ്പനി സീക്രറ്റ്സ് മീഡിയയ്ക്ക് ചോർത്തി നൽകുന്നുണ്ടെന്ന് അവർ കണ്ടെത്തുമ്പോൾ കേറ്റ് ഒടുവിൽ ജോ അവന്റെ യഥാർത്ഥ സ്വഭാവത്തിൽ വഴങ്ങുന്നതിൽ നിന്ന് തടയുന്നത് നിർത്തുന്നു. അങ്ങനെ ജോ ബോബിനെ കൊലപ്പെടുത്തുകയും ലോക്ക്വുഡ് കമ്പനിയുടെ എല്ലാ മുൻകാല കുറ്റകൃത്യങ്ങൾക്കും അയാളെ ഫ്രെയിം ചെയ്യുകയും ചെയ്യുന്നു. അതേസമയം ജോ തന്റെ പഴയ ബുക്ക് സ്റ്റോളായ മൂണീസിലേക്ക് മടങ്ങുന്നു. അവിടെ ബ്രോണ്ടെ എന്നൊരു യുവ എഴുത്തുകാരിയെ കണ്ടുമുട്ടുന്നു. പെട്ടെന്ന് തന്നെ അവളിൽ ഒബ്സസ്ഡ് ആവുന്ന ജോ
തന്റെ ഡ്രീം ഗേൾ ജീവിതത്തിലേക്ക് വന്നതായി കരുതുകയും അവളെ തന്റെ കീഴിൽ ജോലിക്ക് നിയമിക്കുകയും ചെയ്യുന്നു. ജോയുടെ ഒരേ ഒരു റൂൾ ബ്രോണ്ടെ ബുക്ക് സ്റ്റോറിന്റെ ബേസ്മെന്റിൽ പ്രവേശിക്കരുത് എന്നതാണ്. അവിടെ ജോ തന്റെ എല്ലാ ഡാർക്കസ്റ്റ് സീക്രറ്റ്സും സൂക്ഷിച്ചിരിക്കുന്നു. പുതിയതായി നിർമ്മിച്ച ഒരു ഗ്ലാസ് ബുക്ക് വോൾട്ടും അവിടെ ഉൾപ്പെടുന്നു. ബ്രോണ്ടെ റൂൾ അനുസരിക്കാതെ ജോയുടെ ഡയറി കുറിപ്പുകളിൽ നിന്നും എല്ലാ ഡാർക്ക് സീക്രറ്റ്സും വായിക്കുമ്പോൾ അവ ഫിക്ഷണൽ വർക്കുകളാണെന്ന് അവൾ കരുതുന്നു. വൈകാതെ ബ്രോണ്ടെ സത്യത്തിൽ ലൂയിസ് എന്നൊരു തട്ടിപ്പുകാരിയാണെന്നും അവൾ അവളുടെ എക്സ് ബോയ്ഫ്രണ്ട് ക്ലേറ്റന് ധാരാളം പണം കൊടുക്കാനുണ്ടെന്നും ജോ കണ്ടെത്തുന്നു. ബ്രോണ്ടെയുമായി ജോ കൂടുതൽ അടുക്കുമ്പോൾ അവൾ തന്റെ പണത്തിനായി തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണെന്ന് അവൻ ഭയപ്പെടാൻ തുടങ്ങുന്നു. മറ്റൊരിടത്ത് ഹെൻറി റേഗന്റെ മകൾ ഗ്രച്ചനുമായി വഴക്കുണ്ടാക്കുന്നു. ഇത് അവന്റെ അച്ഛന്റെ ഡാർക്ക്നെസ് അവന് പാരമ്പര്യമായി കിട്ടിയതാകാമെന്ന് എല്ലാവരും ഭയപ്പെടുന്നു. പക്ഷെ ഗ്രച്ചൻ ഒരു ക്രേസി മർഡറർ എന്ന് പരിഹസിച്ച തന്റെ അമ്മ ലവിന് വേണ്ടിയാണ് താൻ എതിർത്ത് നിന്നത് എന്ന് ഹെൻറി ജോയോട് കൺഫ്യസ് ചെയ്യുന്നു. ജോയും കേറ്റും റേഗനെ കോൺഫ്രണ്ട് ചെയ്യുമ്പോൾ ബോബിനെ കൊന്നതിന് അവൾ അവരെ അക്യൂസ് ചെയ്യുകയും കേറ്റ് CEO സ്ഥാനത്ത് നിന്ന് റിസൈൻ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. കേറ്റിന്റെ എതിർപ്പുകൾ വകവെക്കാതെ ജോ റീഗനെ തട്ടിക്കൊണ്ടുപോയി ബുക്ക് വോൾട്ടിൽ പൂട്ടിയിടുന്നു. ജോയുടെ പ്രവൃത്തികളെ പറ്റി അറിയാതെ റീഗനെ നിയമപരമായി നേരിടാനുള്ള തന്റെ തീരുമാനം കേറ്റ് ഡിക്ലെയർ ചെയ്യുന്നു. കൂടാതെ ബോബിനെ കൊലപ്പെടുത്തിയത് താൻ വളരെയധികം ഖേദിക്കുന്ന ഒരു തെറ്റാണെന്നും അവൾ പറയുന്നു. കേറ്റ് ഒരിക്കലും യഥാർത്ഥ തന്നെ അംഗീകരിക്കില്ലെന്ന് മനസ്സിലാക്കിയ ജോ റേഗനെ തട്ടിക്കൊണ്ടുപോയത് സീക്രട്ടായി തന്നെ വെക്കുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അവൻ തട്ടിക്കൊണ്ടുപോയത് റേഗന്റെ ട്വിൻ സിസ്റ്റർ മാഡിയെയാണെന്ന് പിന്നീടാണ് അവൻ അറിയുന്നത്. മാഡിയെ കൊല്ലാതെ ഈ സിറ്റുവേഷൻ പരിഹരിക്കാൻ ജോ ഒരു പ്ലാൻ തയ്യാറാക്കാൻ ശ്രമിക്കുമ്പോൾ റീഗന്റെ ഭർത്താവ് ഹാരിസണുമായി അവൾക്ക് അഫയർ ഉണ്ടെന്ന് പബ്ലിക്കായി വെളിപ്പെടുന്നു. കേറ്റ് ഈ സംഭവത്തിൽ റീഗനെ ആശ്വസിപ്പിക്കുകയും ഇത് അവർ തമ്മിലുള്ള പിണക്കം മാറുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. അതേസമയം മാഡി ഹാരിസണുമായി ഒളിച്ചോടിയാൽ അവരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുമെന്ന് ജോ വിശ്വസിക്കുന്നു. അൺഫോർച്ചുനേറ്റ്ലി മാഡി ഇത് നിരസിക്കുന്നു. കാരണം റീഗൻ ഹാരിസന്റെ മുഴുവൻ പണവും കൈക്കലാക്കുമെന്നും അവരുടെ മകളായ ഗ്രച്ചന്റെ കംപ്ലീറ്റ് കസ്റ്റഡി ഏറ്റെടുക്കുമെന്നും അവൾ ഭയക്കുന്നു. എന്നാൽ പിന്നീട് റേഗൻ മാഡിയായി അഭിനയിക്കുകയും മാഡിയുടെ ലോക്ക്വുഡ് ബോർഡിലെ സീറ്റ് ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ മാഡിക്ക് അതുപോലെ റീഗന്റെ റോൾ അഭിനയിക്കാമെന്നും അതുവഴി അവൾ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ള ജീവിതം നേടിയെടുക്കാമെന്നും ജോ തിരിച്ചറിയുന്നു. റേഗൻ കമ്പനിയിൽ നിന്ന് പണം തട്ടിയെടുത്തിട്ടുണ്ട് എന്ന് കേറ്റ് കണ്ടെത്തുകയും അവളെ ജോലിയിൽ നിന്നും പിരിച്ചുവിടാനും ശ്രമിക്കുന്നു. എന്നാൽ ജോ ബോബിനെ കൊലപ്പെടുത്തിയതിന് തന്റെ പക്കൽ തെളിവുകളുണ്ടെന്ന് റേഗൻ വെളിപ്പെടുത്തുന്നു. കേറ്റ് ലോക്ക്വുഡ് കമ്പനിയിൽ നിന്നും രാജിവെച്ചില്ലെങ്കിൽ ഈ തെളിവുകൾ പുറത്തുവിടുമെന്ന് റേഗൻ ഭീഷണിപ്പെടുത്തുന്നു. തങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ റേഗനെ കൊല്ലണമെന്ന് ജോ വീണ്ടും നിർബന്ധിക്കുന്നു. എന്നാൽ കേറ്റ് തന്റെ എല്ലാ പ്രവൃത്തികളിലും പശ്ചാത്താപം തോന്നി റിസൈൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. ജോ ഒരിക്കൽ കൂടി കേറ്റ് അറിയാതെ പ്രവർത്തിക്കുകയും റേഗനെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. ശേഷം മാഡിയെ നിർബന്ധിച്ച് അവളെ കൊണ്ട് റേഗനെ കൊല്ലിക്കുകയും അതുവഴി അവളുടെയും ഇതിലൊക്കെയുള്ള പങ്കും സൈലൻസും ഉറപ്പാക്കുകയും ചെയ്യുന്നു. അങ്ങനെ മാഡി ബുക്ക് വോൾട്ടിൽ നിന്നും മോചിതയാവുകയും റീഗന്റെ റോൾ ഏറ്റെടുക്കുകയും സ്വയം കമ്പനിയിൽ നിന്നും മാറി കേറ്റിനെ CEO ആയി തുടരാൻ അനുവദിക്കുകയും ചെയ്യുന്നു. ഈ മനംമാറ്റത്തിന് പിന്നിൽ ജോ ആണെന്ന് കേറ്റ് മനസ്സിലാക്കുകയും അവനെ കോൺഫ്രണ്ട് ചെയ്യുകയും ചെയ്യുന്നു. അതേസമയം താൻ അവളുടെ രക്ഷയ്ക്ക് എത്തിയതിൽ തന്റെ ഭാര്യ സന്തുഷ്ടയല്ല എന്നറിയുന്ന ജോ ഷോക്ക്ഡ് ആകുന്നു. വെറുക്കപ്പെട്ടതായി തോന്നുന്ന ജോ ബ്രോൺറ്റയുടെ അടുത്തേക്ക് എത്തുകയും ഒടുവിൽ അവളോടുള്ള ലസ്റ്റിന് വഴങ്ങുകയും അവർ ഇരുവരും സെക്ച്വൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നതിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. മറുവശത്ത് താൻ വിശ്വസിക്കാൻ ആഗ്രഹിച്ച പോലെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം ആളുകളെ കൊല്ലാൻ തയ്യാറാകുന്ന ഒരു മനുഷ്യനല്ല തന്റെ ഭർത്താവ് എന്നും പകരം ദുഷ്ടപ്രേരണകളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വയലന്റ് ആയ വ്യക്തിയാണെന്നും കേറ്റ് ഒടുവിൽ മനസ്സിലാക്കുന്നു. അങ്ങനെ കേറ്റ് ടെഡിയോട് എല്ലാ സത്യങ്ങളും വെളിപ്പെടുത്തുന്നു. അവർ ജോയുടെ പാസ്റ്റിനെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങുന്നു. അതേസമയം മാഡിക്ക് റീഗനായുള്ള ഒരു ഡബിൾ ലൈഫ് നയിക്കുന്നതിലൂടെ ഒരു മെന്റൽ ബ്രേക്ക് ഡൗൺ അനുഭവപ്പെടാൻ തുടങ്ങുന്നു. ഇത് അവൾ കേറ്റിനോട് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നതിലേക്കും നയിക്കുന്നു. ഒടുവിൽ കേറ്റ് ജോയിൽ നിന്നും ഡിവോഴ്സ് നേടാൻ കേസ് ഫയൽ ചെയ്യുന്നു. പക്ഷേ ഹെൻറിയുടെ നല്ലതിനു വേണ്ടി ഡിവോഴ്സ് മ്യൂച്വൽ കൺസെന്റോടെ ആകണമെന്നും അവൾ ആഗ്രഹിക്കുന്നു. അസ്വസ്ഥനായ ജോ ആശ്വാസത്തിനായി ബ്രോൺറ്റയുടെ അടുത്തേക്ക് പോകുന്നു. പക്ഷെ അവിടെ അവൻ അവളുടെ എക്സ് ബോയ്ഫ്രണ്ട് ക്ലേറ്റനെയും കാണുന്നു. ബ്രോൺറ്റയെ ശല്യപ്പെടുത്തുന്നതിന് ജോ ക്ലേറ്റനെ നേരിടുന്നു. അങ്ങനെ അവർ തമ്മിൽ വഴക്കുണ്ടാകുന്നു. ജോ ക്ലേറ്റനെ കൊല്ലുന്നു. തുടർന്ന് ഈ സംഭവങ്ങളെല്ലാം ബ്രോൺറ്റയുടെ സുഹൃത്തുക്കൾ റെക്കോർഡ് ചെയ്തതായി വെളിപ്പെടുന്നു. ബ്രോൺറ്റെ ശരിക്കും ലൂയിസ് തന്നെയാണെന്നും ജോ ഒരു കില്ലർ ആണെന്ന സത്യം വെളിപ്പെടുത്തുക എന്നതാണ് അവളുടെ പദ്ധതിയെന്ന് തെളിയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് 1ാം സീസണിലെ നായികയായ ഗ്വിനെവർ ബെക്ക് ഒരു ടീച്ചിങ് അസിസ്റ്റന്റ് ആയിരുന്നപ്പോൾ അവൾ യങ് ലൂയിസിനെ മെന്റർ ചെയ്യുകയും ഇൻസ്പയർ ചെയ്യുകയും ചെയ്തിരുന്നു. തെറപ്പിസ്റ്റായ നിക്കിയുടെ കൈകളാൽ ബെക്ക് കൊല്ലപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ അതിൽ സംശയം തോന്നിയ ലൂയിസ് സത്യം കണ്ടെത്തുന്നതിൽ ഒബ്സെസ്ഡ് ആയി. യഥാർത്ഥ കില്ലർ ജോ ആണെന്ന് എക്സ്പോസ് ചെയ്യാൻ അവൾ ഡോക്ടർ നിക്കിയുടെ മകൻ ക്ലേറ്റൻ ഉൾപ്പെടെയുള്ള ഓൺലൈൻ ഡിറ്റക്റ്റീവ്സുമായി ഒന്നിക്കുകയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ബ്രോൺറ്റയായി അഭിനയിക്കുന്നതിനിടയിൽ ലൂയിസിന് ജോയോട് ശരിക്കും ഫീലിംഗ്സ് ഉണ്ടാകാൻ തുടങ്ങി. ക്ലേറ്റന് ജോയോടുള്ള വയലന്റ് ഒബ്സഷൻ അവൻ അവളോട് കാണിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ ആശ്വാസത്തിനായി ജോയിലേക്ക് തിരിഞ്ഞു. ഒടുവിൽ ലൂയിസ് ബ്രോൺറ്റയായി തന്നെ തുടരാൻ തീരുമാനിക്കുകയും
പോലീസിനോട് ജോ സെൽഫ് ഡിഫൻസിനായാണ് ക്ലേറ്റനെ കൊന്നതെന്ന് മൊഴി കൊടുത്ത് അവന്റെ പേര് ക്ലിയർ ചെയ്യുകയും ചെയ്യുന്നു. ജയിൽ മോചിതനായ ശേഷം കേറ്റ് തന്നെ കബളിപ്പിച്ച് ഹെൻറിയുടെ മുഴുവൻ സംരക്ഷണവും ഏറ്റെടുത്തു എന്നറിയുമ്പോൾ ജോ തകർന്നു പോന്നു. നിരാശനായ അവൻ ടെഡിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുകയും ഇത് ഹെൻറിയെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നു. തുടർന്ന് കേറ്റ് ഹെൻറിയെയും കൂട്ടി ലണ്ടനിലേക്ക് ഓടിപ്പോകുന്നു. ആശ്വാസത്തിനായി ജോ വീണ്ടും ബ്രോണ്ടയിലേക്ക് തിരിയുകയും അവർ കൂടുതൽ അടുക്കുകയും ചെയ്യുന്നു. അവർ തങ്ങളുടെ ഡീപ്പസ്റ്റ് തോട്ട്സ് ഷെയർ ചെയ്യുന്നു. തന്റെ ഈ പുതിയ ജീവിതം സംരക്ഷിക്കുന്നതിനായി റേഗന്റെ കൊലപാതകത്തിന് അവൻ മാഡിയെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് മാഡിയെയും അവളുടെ കൂട്ടാളിയായ ഹാരിസണെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് നയിക്കുന്നു. ലണ്ടനിൽ കേറ്റ് സീസൺ 4 നാദിയയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുകയും കൊലപാതക കുറ്റത്തിന് അവളെ ഫ്രെയിം ചെയ്യാൻ ജോയെ സഹായിച്ചതിന് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. തുടർന്ന് അവർ ജോ ഗോൾബർഗിന്റെ എന്നേക്കുമായുള്ള അന്ത്യം കുറിക്കാനായി ഒത്തുചേരുന്നു. കേറ്റ് ജോയുടെ ബാങ്ക് അക്കൗണ്ട് എംപ്റ്റി ചെയ്യുകയും അവനെ ബുക്ക് വാൾട്ടിൽ ലോക്ക് ചെയ്യുകയും ചെയ്യുന്നു. അവിടെ കേറ്റിനെയും നാദിയെയും മാത്രമല്ല പ്രതികാരത്തിനായി ദാഹിക്കുന്ന മാരിയനെയും അവന് നേരിടേണ്ടി വരുന്നു. ബ്രോണ്ടെ ജോയെ മോചിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവന്റെ ക്രൂരതകൾക്ക് ഇരയായ ആ സ്ത്രീകൾ എല്ലാരും ചേർന്ന് അവനെക്കുറിച്ച് അവൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു. ഒടുവിൽ മാരിയന്റെ ഉപദേശങ്ങളിലൂടെ ജോ എത്രത്തോളം ഡേഞ്ചറസ് ആണെന്ന് അവൾ മനസ്സിലാക്കുന്നു. പിന്നീട് ജോ തന്റെ ബുക്ക് വാൾട്ടിൽ നിന്ന് രക്ഷപ്പെടുകയും കേറ്റിനെ വെടിവെക്കുകയും മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു. ജോ രക്ഷപ്പെടുന്നതിന് മുൻപ് ഇപ്പോൾ ജയിൽ മോചിതയായ മാഡി അവനെ ബേസ്മെന്റിൽ പൂട്ടിയിട്ട് മൂണീസ് സ്റ്റോറിന് തീ കൊളുത്തുന്നു. താൻ മരിക്കാൻ പോവുകയാണെന്ന് കരുതുന്ന ജോ ലവ് ക്വിന്നെയും ടോം ലോക്ക്വുഡിനെയും കൊന്നത് താനാണെന്ന് മരിക്കാറായിരിക്കുന്ന കേറ്റിനോട് കുറ്റസമ്മതം നടത്തുന്നു. കേറ്റ് തന്റെ ലാസ്റ്റ് ബ്രത്തിന് മുൻപായി ജോയുടെ കൺഫെഷൻ റെക്കോർഡ് ചെയ്ത് നാദിയയ്ക്ക് അയച്ചതായി വെളിപ്പെടുത്തുന്നു. ജോ തീയിൽപ്പെട്ട് മരിക്കുന്നതിന് മുമ്പ് ബ്രോണ്ടെ അവനെ രക്ഷിക്കാൻ എത്തുകയും അവർ ഒരുമിച്ച് രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇപ്പോൾ താനൊരു പിടികിട്ടാ പുള്ളിയാണെങ്കിലും ബ്രോണ്ടെയുമായി ഒരു പുതിയ ജീവിതത്തിനായി രക്ഷപ്പെടാൻ കഴിയുമെന്ന് ജോ വിശ്വസിക്കുന്നു. പക്ഷെ പകരം ബ്രോണ്ടെ ഒരു തോക്ക് അവന് നേരെ ചൂണ്ടി ബെക്കിനെ കൊലപ്പെടുത്തിയത് അവൻ സമ്മതിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. തുടർന്ന് അവൾ അവന്റെ മകൻ ഹെൻറിയുമായി ജോയ്ക്ക് ഒരു ഫോൺ കോൾ അനുവദിക്കുന്നു. പക്ഷെ അവനൊരു രാക്ഷസനെ പോലെയാണെന്ന് ഹെൻറി കുറ്റപ്പെടുത്തുന്നു. മകന്റെ സ്നേഹം നഷ്ടപ്പെട്ടതിൽ അസ്വസ്ഥനായ ജോ ബ്രോണ്ടെയെ ആക്രമിക്കുകയും ഇരുവരും ഒരു വയലന്റ് ഫൈറ്റിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ഇത് ഇരുവരെയും ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു. ജോ ഓടിപ്പോകുമ്പോൾ പോലീസ് അവനെ ചേസ് ചെയ്യുന്നു. പിടിക്കപ്പെടാതിരിക്കാൻ ജോ ഒരു കില്ലിംഗ് റാംപേജ് തന്നെ നടത്തുന്നു. ഒടുവിൽ ബ്രോണ്ടെ അവനെ ഗൺ പോയിന്റിൽ നിർത്തുന്നു. ബ്രോണ്ടെ വീണ്ടും സ്വയം ലൂയിസ് ആണെന്ന് ഓർത്തെടുക്കുന്നു. അവൾ ജോയെ ജെനിറ്റൽ ഏരിയയിൽ വെടിവെക്കുകയും ശേഷം കുറ്റകൃത്യങ്ങൾക്ക് ശരിയായ ട്രയൽ നേരിടാൻ അറസ്റ്റ് ചെയ്യപ്പെടാനും അനുവദിക്കുന്നു. അവസാനം കേറ്റ് തീപിടുത്തത്തിൽ നിന്ന് സർവൈവ് ചെയ്തതായും ഇപ്പോൾ സന്തോഷവാനായ ഹെൻറിയോടൊപ്പം സമാധാനത്തോടെ ജീവിക്കുന്നതായും നമ്മൾ കാണുന്നു. ടെഡി ലോക്ക്വുഡ് ഫാമിലി ബിസിനസ് ഏറ്റെടുക്കുന്നു. മാഡിയും ഹാരിസണും സന്തോഷത്തോടെ ജീവിക്കുന്നു. നാദിയയും മാരിയനും ജോയുടെ പ്രവർത്തികൾ കൊണ്ട് നേരിട്ട ട്രോമകളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നു. അതേസമയം ജോ മരണം വരെ ജയിലിൽ കഴിയേണ്ടി വരുന്ന തരത്തിൽ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നു. ലൂയിസ് ആകട്ടെ ബെക്കിന്റെ പുസ്തകത്തിലെ ജോ വരുത്തിയ തെറ്റായ എഡിറ്റ്സ് എല്ലാം നീക്കം ചെയ്ത് ബുക്ക് റീപബ്ലിഷ് ചെയ്യുന്നു. അതുവഴി വിക്ടിമിന്റെ വോയിസ് റീസ്റ്റോർ ചെയ്യുകയും ജോയുടെ ദുഷ്ടതരങ്ങൾ ഒരു നാൾ പൂർണ്ണമായും മറക്കപ്പെടുമെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതാണ് യു എന്ന സീരീസിന്റെ കംപ്ലീറ്റ് റീക്യാപ്പ്. സീരീസിന്റെയും ഞങ്ങളുടെ ഈ വീഡിയോയും പറ്റിയുള്ള ഒപ്പീനിയൻസ് കമന്റ് ചെയ്യാൻ ശ്രമിക്കണം. കൂടാതെ നിങ്ങൾക്ക് റീക്യാപ്സ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീക്യാപ്പ് ചെയ്ത് കാണാൻ താല്പര്യമുള്ള മൂവീസും സീരീസും റെക്കമെൻഡ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കും എന്ന് വിശ്വസിക്കുന്നു. ഒപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. എത്രയും വേഗം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.